ഓക്കെ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത നമുക്ക് പറയാനുള്ളത് ബോണ്ട് മാർക്കറ്റ് എന്നൊരു ഭാഗമാണ്. എന്താണ് ബോണ്ട് മാർക്കറ്റ് എന്ന് നോക്കാം. ബോണ്ട് മാർക്കറ്റിൻ്റെ മറ്റൊരു പേരാണ് ഡെപ്റ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. എ ബോണ്ട് മാർക്കറ്റ് ഈസ് എ ഫിനാൻഷ്യൽ മാർക്കറ്റ് വേർ പാർട്ടിസിപ്പൻസ് ക്യാൻ ഇഷ്യൂ ന്യൂ ഡെപ്റ്റ്. പാർട്ടിസിപ്പൻസിന് പുതിയ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ ഇഷ്യൂ ചെയ്യാൻ കഴിയുന്ന ഒരു മാർക്കറ്റാണ് ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. നോൺ ആസ് ദ പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്നറിയപ്പെടുന്നുണ്ട്. ഓർ ബൈ ആൻഡ് സെൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസ്. അതേപോലെ തന്നെ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. ഈ മാർക്കറ്റ് വഴി ഡെപ്റ്റ് സെക്യൂരിറ്റികൾ വാങ്ങുകയോ വിൽക്കുകയും ചെയ്യാം. സെക്കൻഡറി മാർക്കറ്റായിട്ടും ഇത് ഉപയോഗിക്കാം. അപ്പോൾ പ്രൈമറി മാർക്കറ്റായിട്ട് പുതിയ ഡെപ്റ്റ് സെക്യൂരിറ്റികൾ പാർട്ടിസിപ്പൻസ് ഇഷ്യൂ ചെയ്യാനോ സെക്കൻഡറി മാർക്കറ്റ് പോലെ ഡെപ്റ്റ് സെക്യൂരിറ്റികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ കഴിയുന്ന ഒരു തരം മാർക്കറ്റാണ് ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ദ ബോണ്ട് മാർക്കറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഡെപ്റ്റ് മാർക്കറ്റ് ഓർ ക്രെഡിറ്റ് മാർക്കറ്റ്. ബോണ്ട് മാർക്കറ്റിൻ്റെ മറ്റൊരു പേര് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് മാർക്കറ്റ് എന്നും പറയാറുണ്ട്, ക്രെഡിറ്റ് മാർക്കറ്റ് എന്നും പറയാറുണ്ട്. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ മാർക്കറ്റ് വേർ പാർട്ടിസിപ്പൻസ് ക്യാൻ ഇഷ്യൂ ന്യൂ ഡെപ്റ്റ്. പാർട്ടിസിപ്പൻസിന് ന്യൂ ഡെപ്റ്റുകൾ ഇഷ്യൂ ചെയ്യാനും അതുപോലെ തന്നെ പ്രൈമറി മാർക്കറ്റ് വഴി ന്യൂ ഡെപ്റ്റുകൾ ഇഷ്യൂ ചെയ്യാനും അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റ് പോലെ സെക്യൂരിറ്റികൾ വാങ്ങുകയോ വിൽക്കുകയോ ഡെപ്റ്റ് സെക്യൂരിറ്റികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകുന്ന മാർക്കറ്റാണ് ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് ബോണ്ട്. ബോണ്ടുകളുടെ രൂപത്തിലാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് മേ ഇൻക്ലൂഡ് നോട്ട്സ്, ബിൽസ് ആൻഡ് സോ ഫോർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എക്സ്പെൻഡിച്ചേഴ്സ്. സാധാരണഗതിയിൽ ഇത് ബോണ്ടുകളുടെ മാർക്കറ്റ് ആണെങ്കിൽ പോലും ഇതിൽ നോട്ടുകൾ, ബില്ലുകൾ, അതുപോലെ തന്നെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എക്സ്പെൻഡിച്ചറുകൾ എന്നിവയും വരുന്നുണ്ട്. ദ ബോണ്ട് മാർക്കറ്റ് ഹാസ് ലാർജ്ലി ബീൻ ഡൊമിനേറ്റഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ബോണ്ട് മാർക്കറ്റ് കൂടുതലായിട്ടും ഡൊമിനേറ്റ് ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. വിച്ച് അക്കൗണ്ട്സ് ഫോർ എബൌട്ട് 39% ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ 39% അക്കൗണ്ട് ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ആസ് ഓഫ് 2021 ദ സൈസ് ഓഫ് ദ ബോണ്ട് മാർക്കറ്റ് ടോട്ടൽ ഡെപ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി അറ്റ് $119 ട്രില്യൺ വേൾഡ് വൈഡ്. 2021 ബോണ്ട് മാർക്കറ്റിൻ്റെ സൈസ് എന്നുള്ളത് $119 ട്രില്യൺ ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബോണ്ട് മാർക്കറ്റ് റെഫേഴ്സ് ബ്രോഡ്ലി ടു ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് വേരിയസ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ എ വെറൈറ്റി ഓഫ് എൻറ്റിറ്റീസ്. വ്യത്യസ്ത തരത്തിലുള്ള എൻറ്റിറ്റികൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള വേരിയസ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളുടെ വാങ്ങലും വിൽപ്പനയും നടപ്പിലാക്കുന്ന മാർക്കറ്റാണ് ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. The bond market refers broadly to the buying and selling of various debt instruments issued by a variety of entities. Variety of entities ഇഷ്യൂ ചെയ്യുന്ന വേരിയസ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളുടെ വാങ്ങലും വിൽപ്പനയും നടപ്പിലാക്കുന്ന മാർക്കറ്റാണ് ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെൻറ്റ്സ് ഇഷ്യൂ ബോണ്ട്സ് ടു റേസ് ഡെപ്റ്റ് ക്യാപിറ്റൽ ടു ഫണ്ട് ഓപ്പറേഷൻസ് ഓർ സീക്ക് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. കോർപ്പറേഷൻസും അതുപോലെ തന്നെ ഗവൺമെൻറ്റുകളും ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റേസ് ഡെപ്റ്റ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്യാനും ഫണ്ട് ഓപ്പറേഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇൻ റിട്ടേൺ ദേ പ്രോമിസ് ടു റീപേ ദ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്. അതിന് പകരമായിട്ട് അവർ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി റീപേ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് നൽകുകയാണ് ചെയ്യുന്നത്. സോ കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെൻറ്റ്സ് ഇഷ്യൂ ബോണ്ട്. അവർ പ്രധാനമായിട്ടും ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് ടു റേസ് ഡെപ്റ്റ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടും ടു ഫണ്ട് ഓപ്പറേഷൻസ് ഓർ സീക്ക് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ ഓപ്പറേഷൻസ് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ആണ്. ഇൻ റിട്ടേൺ അതിന് പകരമായിട്ട് ദേ പ്രോമിസ് ടു റീപേ ദ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും ഇൻട്രസ്റ്റും അവർ റിട്ടേൺ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്യുകയും ചെയ്യും. ദർ ആർ 5 മെയിൻ ടൈപ്സ് ഓഫ് ബോണ്ട്. പ്രധാനമായിട്ടും 5 തരത്തിലാണ് ബോണ്ടുകൾ ഉള്ളത്. ഒന്ന് ട്രഷറി, പിന്നെ ഒന്ന് സേവിങ്സ്, പിന്നെ ഒന്ന് ഏജൻസി, പിന്നെ ഒന്ന് മുനിസിപ്പൽ, പിന്നെ ഒന്ന് കോർപ്പറേറ്റ്. ട്രഷറി ബോണ്ടുകൾ, സേവിങ്സ് ബോണ്ടുകൾ, ഏജൻസി, മുനിസിപ്പൽ ആൻഡ് കോർപ്പറേറ്റ്. ഈച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് ഹാസ് ഡിഫറെൻറ്റ് സെല്ലേഴ്സ്, പർപ്പസസ്, ബയേഴ്സ് ആൻഡ് ലെവൽസ് ഓഫ് റിസ്ക് വേഴ്സസ് റിട്ടേൺ. ഓരോ ടൈപ്പ് ഓഫ് ബോണ്ടുകൾക്കും വ്യത്യസ്ത തരത്തിലുള്ള സെല്ലേഴ്സും പർപ്പസസും ബയ്യറും അതുപോലെ തന്നെ ലെവൽ ഓഫ് റിസ്ക്കും റിട്ടേണുമാണ്. If you want to take advantage of bond, you can also buy securities that are based on bond, such as bond mutual fund. അതായത് ബോണ്ടിന് മുകളിൽ നമുക്ക് അഡ്വാൻറ്റേജ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആൾസോ ബൈ സെക്യൂരിറ്റീസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ദാറ്റ് ആർ ബേസ്ഡ് ഓൺ ബോണ്ടുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാം. സച്ച് ആസ് ബോണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ പോലെയുള്ള സെക്യൂരിറ്റികൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും 5 തരത്തിലുള്ള ബോണ്ടുകളുള്ളത്.
ഒന്ന് ട്രഷറി, പിന്നെ ഒന്ന് സേവിങ്സ്, പിന്നെ ഒന്ന് ഏജൻസി, പിന്നെ ഒന്ന് മുനിസിപ്പൽ, പിന്നെ ഒന്ന് കോർപ്പറേറ്റ്. ഈച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് ഹാസ് ഡിഫറെൻറ്റ് സെല്ലേഴ്സ്, പർപ്പസസ്, ബയേഴ്സ് ആൻഡ് ലെവൽസ് ഓഫ് റിസ്ക് വേഴ്സസ് റിട്ടേൺ. ഓരോ ടൈപ്പ് ഓഫ് ബോണ്ടുകൾക്കും ഡിഫറെൻറ്റ് സെല്ലേഴ്സും പർപ്പസുകളും ബയേഴ്സും ലെവൽസ് ഓഫ് റിസ്ക്കും റിട്ടേണുമാണ്. ഇഫ് യു വാണ്ട് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ബോണ്ട്സ് യു ക്യാൻ ആൾസോ ബൈ സെക്യൂരിറ്റീസ് ദാറ്റ് ആർ ബേസ്ഡ് ഓൺ ബോണ്ട്. ബോണ്ടുമായി ബേസ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് വാങ്ങാം, സച്ച് ആസ് ബോണ്ട് മ്യൂച്വൽ ഫണ്ട്. The US Securities and Exchange Commission SEC is the government agency that ensures that markets work efficiently. അതായത് അമേരിക്കയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ SEC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗവൺമെൻറ് ഏജൻസിയാണ് ഈ മാർക്കറ്റ് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുന്നത്. ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി റെഗുലേറ്ററി അതോറിറ്റി FINRA represents and regulates all stock and bond brokerage firms and their employees. എല്ലാ സ്റ്റോക്ക് ആൻഡ് ബോണ്ട് ബ്രോക്കറേജ് ഫേമുകളെയും അതിൻ്റെ എംപ്ലോയീസിനെയും റെഗുലേറ്റ് ചെയ്യുകയും റെപ്രസെൻറ്റ് ചെയ്യുന്നതും ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി റെഗുലേറ്ററി അതോറിറ്റിയാണ്. FINRA എന്ന് പറയും. ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി റെഗുലേറ്ററി അതോറിറ്റിയാണ് എല്ലാ ബോണ്ട് ബ്രോക്കറേജ് ഫേമുകളെയും സ്റ്റോക്ക് ബ്രോക്കറേജ് ഫേമുകളെയും എംപ്ലോയീസിനെയും റെഗുലേറ്റ് ചെയ്യുകയും റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. നമ്മൾ എന്താണ് ബോണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞു. ബോണ്ട് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് US സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡാണ്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ള മറ്റൊരു ടേമാണ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, DFI എന്ന് പറയുന്നത്. ദ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ DFI ആർ ഓർഗനൈസേഷൻസ് വിച്ച് ആർ ഐദർ ഓൺഡ് ബൈ ദ ഗവൺമെൻറ് or by charitable institutions to finance infrastructure projects that are of national importance but may or may not meet commercial return standards. അതായത് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസ് ആണ് വിച്ച് ആർ ഐദർ ഓൺഡ് ബൈ ദ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ റിട്ടേൺ സ്റ്റാൻഡേർഡുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആണ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ DFI ആർ ഓർഗനൈസേഷൻസ് വിച്ച് ആർ ഐദർ ഓൺ ബൈ ദ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഓൺ ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനുകളാണ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത്. ഓർ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഫിനാൻസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് ആർ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ റിട്ടേൺ സ്റ്റാൻഡേർഡുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള സംഘടനകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ DFI ആർ ദ ഓർഗനൈസേഷൻസ് വിച്ച് ആർ ഐദർ ഓൺഡ് ബൈ ദ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളോ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സ്റ്റാൻഡേർഡുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ ഇമ്പോർട്ടൻസ് ബട്ട് മേ ഓർ മേ നോട്ട് മീറ്റ് കൊമേഴ്സ്യൽ റിട്ടേൺ സ്റ്റാൻഡേർഡുകൾ മീറ്റ് ചെയ്യുകയോ മീറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അടുത്തത് India had set up extremely successful DFIs such as Industrial Finance Corporation of India. ഇന്ത്യ സെറ്റപ്പ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള DFI എന്ന് പറയുന്നത് ഒന്ന് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IFCI എന്ന് പറയുന്നത് ഇൻ 1948 ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBI ഇൻ 1964. 1964 ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ IDBI എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ICICI ഇൻ 1955. 1955 ICICI. അതുപോലെ തന്നെ IFCI ആൻഡ് IDBI വേർ ഫുള്ളി ഓൺ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസസ്. IFCIയും IDBIയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പൂർണ്ണമായിട്ടും ഓൺ ചെയ്തിട്ടുള്ള ഫുള്ളി ഓൺഡ് എൻ്റർപ്രൈസുകളാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഡെവലപ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓർ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ടു മീറ്റ് ദ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് വിച്ച് ആർ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ റിട്ടേൺ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുകയോ മീറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ IFCIയും IDBIയും
ICICIയുമാണ്. IFCയും IDBIയും മുഴുവനായിട്ട് ഗവൺമെൻറ് ഓൺ ചെയ്തിട്ടുള്ള എൻ്റർപ്രൈസുകൾ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ബോണ്ട് മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ DFI അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങളുടെയും വീഡിയോ എല്ലാവരും ത്രൂ ഔട്ട് കാണുക. ബോണ്ട് മാർക്കറ്റും ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും. ഓക്കെ, താങ്ക് യു.